നമസ്കാരം. മെസ്സി വരുമോ? കേരളത്തിലെ കായിക പ്രേമികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ചോദ്യമായിരുന്നു അർജൻറ്റീന താരം ലയണൽ മെസ്സി കേരളത്തിൽ വരുമോ എന്നത്. ഇത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ സ്വയം ചോദിച്ച ചോദ്യമല്ല. കായിക മന്ത്രി ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രതീക്ഷയിട്ട് നൽകിയതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നാടകം? ആരാണിതിന് പിന്നിൽ? ജനങ്ങളെ പറ്റിച്ചതുകൊണ്ട് നേട്ടം കിട്ടിയതാർക്ക്? ഒരുപാട് ചോദ്യങ്ങളാണ് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയരുന്നത്. മെസ്സി ഇനി അടുത്ത വിൻഡോയിൽ വരുമോ? ട്രയാങ്കിളിൻ്റെ നിലപാടിലേക്ക് സ്വാഗതം. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പന്ത് തട്ടുന്നത് ഗ്രൗണ്ടിലല്ല, കേരള ജനതയുടെ വികാരങ്ങളുമായാണ്. മെസ്സി വരവിലെ പൊള്ളയായ വാഗ്ദാനങ്ങളും വഞ്ചനയും അതിനെ ന്യായീകരിക്കുന്ന നിലപാടുകളും ഫുട്ബോൾ മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നാണ്. അത് വെറുമൊരു കളിയല്ല, മറിച്ച് ഒരു വികാരമാണ്. ആ വികാരത്തിന് മീതെ കൊടി പിടിക്കാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ഇറങ്ങിയ ഭരണാധികാരികൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ പ്രേമികളെ എത്ര നിസ്സാരമായാണ് കളിപ്പിച്ചത്. ലയണൽ മെസ്സിയും അർജൻറ്റീന ടീമും കേരളത്തിലേക്ക് വരുന്നു എന്ന വലിയ പ്രഖ്യാപനം കേട്ട് ആവേശം കൊണ്ട കായിക പ്രേമികൾ ഇന്ന് തലയിൽ കൈവച്ചിരിക്കുകയാണ്. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ്റെയും ബന്ധപ്പെട്ട സ്പോൺസർമാരുടെയും നേതൃത്വത്തിൽ അരങ്ങേറിയ ഈ മെസ്സി മാമാങ്കം ഒടുവിൽ കേരള ജനതയെ കബളിപ്പിച്ച ഒരു വലിയ നാടകമായി മാറിയിരിക്കുന്നു. അർജൻറ്റീന ടീം കേരളത്തിൽ പന്ത് തട്ടാൻ എത്തുന്നുവെന്ന വാർത്ത പുറത്തുവിട്ടപ്പോൾ ഉണ്ടായ ആരവങ്ങൾ ചെറുതല്ല. ലോക ചാമ്പ്യന്മാരായ ലയണൽ മെസ്സിയും സംഘവും കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഏത് ഫുട്ബോൾ ആരാധകനാണ് നെഞ്ച് തുടിക്കാതിരുന്നത്? എന്നാൽ ഈ വലിയ സ്വപ്നത്തിന് പിന്നിൽ എത്രത്തോളം കാടടച്ചുള്ള വഞ്ചനയും ദുരൂഹതയുമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന കായിക വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. യാതൊരുവിധ മുൻകാല പരിചയവുമില്ലാത്ത, നിയമവിരുദ്ധമായി തിരഞ്ഞെടുത്ത സ്പോൺസർമാരെ മുൻനിർത്തി നടത്തിയ ഈ നാടകം കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കായിക തട്ടിപ്പുകളിലൊന്നായി മാറിക്കഴിഞ്ഞു. ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിയ ഭരണകൂടം കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തെയും ഔദ്യോഗിക പദവികളെയും ദുരുപയോഗം ചെയ്ത് എങ്ങനെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിവാദം. സ്പോൺസറെ തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരുവിധ സുതാര്യതയും പാലിച്ചില്ല എന്നതാണ് ഒരു പ്രധാന വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. താൽപ്പര്യപത്രം ക്ഷണിക്കാതെയും കമ്പനിയുടെ സാമ്പത്തിക ശേഷി പരിശോധിക്കാതെയും ഒരു സ്വകാര്യ ചാനലിനെയും സ്പോൺസർമാരെയും അടിച്ചേൽപ്പിക്കുകയായിരുന്നു. സ്പോൺസർമാർ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടിയോളം രൂപ കൈമാറിയെന്ന് അവകാശപ്പെട്ടതല്ലാതെ അതിനുള്ള ആധികാരികമായ രേഖകളോ മണി ട്രയലോ സർക്കാരിൻ്റെയോ കായിക വകുപ്പിൻ്റെയോ പക്കൽ ലഭ്യമല്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പണം വിദേശത്തേക്ക് അയക്കാൻ അനുമതി തേടിയതല്ലാതെ ആ പണം യഥാർത്ഥത്തിൽ എത്തിയോ എന്നുറപ്പുവരുത്താൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറായില്ല. ഈ കോടികളുടെ ഇടപാടുകളിൽ സ്പോൺസർമാർ കോടിക്കണക്കിന് രൂപയുടെ GST വെട്ടി നടത്തിയതായും നികുതി വകുപ്പ് അധികാരികൾ വ്യക്തമാക്കുന്നു. 126 കോടി രൂപയുടെ കൈമാറ്റത്തിൽ നികുതി വെട്ടിപ്പ് നടത്തിയത് കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ 2 മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടു എന്നാണ് വാർത്തകൾ. GST തട്ടിപ്പ് ആദ്യം പുറത്തുവിട്ട ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയും ചെയ്തു. തട്ടിപ്പ് കണ്ടെത്തിയ ഉദ്യോഗസ്ഥനെ അഭിനന്ദിക്കുന്നതിന് പകരം സ്ഥലം മാറ്റി ശിക്ഷിക്കുകയാണ് കഴിഞ്ഞ സർക്കാർ ചെയ്തത്. ഇപ്പോഴാകട്ടെ തുടർ നടപടി എടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്ക് മെമ്മോ നൽകിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാർ. സാധാരണക്കാരൻ്റെ പണം കള്ളക്കണക്കുകളിലൂടെയും നികുതി വെട്ടിപ്പിലൂടെയും ഊറ്റിയെടുക്കാൻ ശ്രമിച്ചു എന്നത് പൊറുക്കാനാവാത്ത കുറ്റമാണ്. മുൻ കായിക മന്ത്രിയുടെ ഓഫീസും ഈ ഇടപാടുകളിൽ പ്രതിക്കൂട്ടിലാണ്.
അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ഔദ്യോഗിക ഇമെയിൽ ആശയവിനിമയങ്ങൾ കായിക വകുപ്പിൻ്റെയോ സെക്രട്ടറിയുടെയോ അറിവോടെയല്ല നടന്നിട്ടുള്ളത്. മറിച്ച് ഒരു സമാന്തര ചാനലിലൂടെയായിരുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. കായിക വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ എങ്ങനെയാണ് മന്ത്രിക്ക് സർക്കാർ നേതൃത്വം നൽകുന്ന പരിപാടിക്ക് മുന്നിൽ നിൽക്കാനാവുക? മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ നടത്തിയ മന്ത്രിയുടെ ഔദ്യോഗിക മെയിലുകൾ ഒരു സുഹൃത്തിന് കൂടി അയച്ചു നൽകി എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. എന്തിനാണ് സുഹൃത്തായ അധ്യാപികയ്ക്ക് മന്ത്രി മെയിലിൻ്റെ കോപ്പി വെച്ചത്? ഇതിനു പുറമെയാണ് ഫയലുകളിൽ നിന്ന് പ്രധാനപ്പെട്ട പല രേഖകളും കാണാതായി എന്നതും വിവാദത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കുന്നു. ഇതിന് പിന്നിൽ വലിയ തോതിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാം എന്ന് ജനങ്ങൾ സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. ഇതിനു പുറമെയാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്റ്റേഡിയം സ്പോൺസർക്ക് നവീകരണത്തിനായി കൈമാറിയത്. എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ വ്യക്തിക്ക് സ്റ്റേഡിയം കൈമാറിയത്? ടെൻഡർ വിളിച്ചിരുന്നോ? എന്ത് നവീകരണം നടത്തും? അതിനുള്ള തുക എത്രയായിരിക്കും? അതിനായി സർക്കാരുമായി കരാറുണ്ടായിരുന്നോ? തുടങ്ങിയ നിരവധിയായ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇവയൊന്നും. സ്പോൺസർ സ്റ്റേഡിയത്തിൽ വരുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരവധി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നതും നമുക്ക് കാണാൻ കഴിയും. എന്ത് താല്പര്യമാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത് എന്ന് പരിശോധിക്കേണ്ടതല്ലേ? കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിച്ചത് ലയണൽ മെസ്സിയെ കേരളത്തിൻ്റെ മണ്ണിൽ കാണാനാണ്. എന്നാൽ രാഷ്ട്രീയക്കാരും കോർപ്പറേറ്റുകളും ചേർന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് വെറും പന്ത് കളി മാത്രമല്ല, അവരുടെ വികാരങ്ങളെ വെച്ച് ചൂത് കളിക്കുകയാണ്. സ്വന്തം നാട്ടിലെ ഫുട്ബോൾ വളർച്ചയ്ക്കോ അടിസ്ഥാന സൗകര്യങ്ങൾക്കു വേണ്ടി ഒരു വിരലനക്കാത്തവർ വലിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെയും പബ്ലിസിറ്റിയുടെയും പിന്നാലെ ഓടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു. ഔദ്യോഗിക പദവികളും അധികാരവും ഉപയോഗിച്ച് നടത്തിയ ഈ വഞ്ചന കേരള സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ഇതിന് ഉത്തരവാദികളായവർ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. വിജിലൻസ് അന്വേഷണവും ഔദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ കേരള ജനതയെ കരുവാക്കി നടത്തിയ ഈ തട്ടിപ്പിൻ്റെ ആഴം ഓരോ ദിവസവും വ്യക്തമാക്കപ്പെടുകയാണ്. കേരളത്തിൻ്റെ കായിക ചരിത്രത്തിൽ കറുത്തൊരേടായി മാറിയ ഈ മെസ്സി വിവാദം ജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യാൻ നോക്കുന്നവർക്കുള്ള ശക്തമായ ഒരു താക്കീതായി മാറേണ്ടതുണ്ട്. പന്ത് തട്ടേണ്ടത് ഗ്രൗണ്ടിലാണ്, അല്ലാതെ കേരള ജനതയുടെ ജീവിതത്തോടും വികാരത്തോടുമുള്ളതല്ല. ഇതിനുള്ള നിയമ നടപടികൾ ശക്തമായി സ്വീകരിക്കണമെന്നാണ് ട്രയാങ്കിളിൻ്റെ നിലപാട്. കൂടാതെ കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് മെസ്സിമാരെ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും വേണം. വലിയ താരങ്ങളെ കാണിച്ച് സാമ്പത്തിക നേട്ടത്തിന് മാത്രമായി എത്തുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ അകറ്റി നിർത്താൻ ഇച്ഛാശക്തിയുള്ള സർക്കാരുകൾക്ക് മാത്രമേ കഴിയൂ. അതാവണം കേരളത്തിലെ യുവാക്കളെ കാൽപന്ത് കളിയുടെ ലോകോത്തര നിലവാരത്തിലെത്തിക്കാൻ സർക്കാരിന് കഴിയട്ടെ. അതുവഴി ജനകീയ സർക്കാർ എന്ന നിലയിലേക്ക് ഉയരട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.